കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നല്ലതാണോ? കൊഴുപ്പ് 3 തരത്തിലുണ്ട്. ഗുഡ്, മോഡറേറ്റ് ലെവലിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട്, ബാഡ്. അത് കംപ്ലീറ്റ്ലി നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഫാറ്റ്സ് ഉണ്ട്. ഗുഡ് ഫാറ്റ് എന്ന് പറഞ്ഞാൽ അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് ആണ്. അതായത് നമ്മളെ അവക്കാഡോ, അതുപോലെ തന്നെ നമ്മൾ ഒലീവ് ഓയിൽ, നമ്മളെ പീനട്ട് ഓയിലൊക്കെ, നമ്മൾ ആൾമോസ്റ്റ് ആൾ വെജിറ്റബിൾ ഓയിൽസും നല്ലതാണ്, നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. അപ്പോൾ അത് നമുക്ക് കഴിക്കാം, വേണ്ട രീതിയിലൊക്കെ നമുക്ക് പ്ലാൻ ചെയ്ത് കഴിക്കാം. അതുപോലെ തന്നെ പിന്നെ സാച്ചുറേറ്റഡ് ഓയിലാണ്. സാച്ചുറേറ്റഡ് ഓയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു മോഡറേറ്റ് ലെവലിൽ കഴിക്കേണ്ടതാണ്. അതായത് പോർക്ക്, ബീഫ്, കോക്കനട്ട് ഓയിൽ വെജിറ്റബിൾ ഓയിലാണെങ്കിൽ പോലും സാച്ചുറേറ്റഡിൽ വരുന്ന ഓയിലാണ്. അതുപോലെ തന്നെ പാം ഓയിൽ ഏകദേശം സാച്ചുറേറ്റഡിൽ വരുന്ന ഓയിലാണ്. പിന്നെ നമ്മൾ ട്രാൻസ്ഫാറ്റിനെ പറ്റിയാണ് എനിക്ക് കൂടുതൽ പറയുന്നത്. ട്രാൻസ്ഫാറ്റ് നമ്മൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ട്രാൻസ്ഫാറ്റ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാർഡിയോ വാസ്കുലർ അസുഖങ്ങൾ കൂടുതലായിട്ട് വരുന്നുണ്ട്. പെട്ടെന്ന് ഇപ്പോൾ ചെറുപ്പക്കാരിലൊക്കെ പെട്ടെന്ന് അറ്റാക്കും കാര്യങ്ങളൊക്കെ വരാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫാറ്റാണ്. ട്രാൻസ്ഫാറ്റ് നമ്മളെ മെയിനായിട്ട് നമ്മളിപ്പോൾ ഫാസ്റ്റ് ഫുഡിൽ ഒരുപാട് കാണാം. അതായത് നമ്മളെ ബർഗർ, അതുപോലെ തന്നെ നമ്മളെ ഫ്രഞ്ച് ഫ്രൈസ്, അതിലൊക്കെ ട്രാൻസ്ഫാറ്റിൻ്റെ അളവ് ഉണ്ട്. ട്രാൻസ്ഫാറ്റ് ഒരു 0.1% പോലും നമ്മുടെ ശരീരത്തിന് ദോഷകരമാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് നമ്മൾ ഒഴിവാക്കണം. പുറത്തുനിന്ന് മേടിക്കുന്ന പല ബേക്കറി ഐറ്റംസിലൊക്കെ ട്രാൻസ്ഫാറ്റ് ഉണ്ട്. അത് പാക്ക്ഡ് ഫുഡാണെങ്കിൽ നമുക്ക് അതിൽ അറിയാൻ പറ്റും. അവരതിൽ എഴുതിയിട്ടുണ്ടാവും ഹൈഡ്രജനേറ്റഡ് വെജിറ്റബിൾ ഓയിൽ എന്നോ അല്ലെങ്കിൽ പാർഷ്യലി ഹൈഡ്രജനേറ്റഡ് വെജിറ്റബിൾ ഓയിൽ എന്നൊക്കെ ഈ പാക്ക്ഡ് ഫുഡിലൊക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഭക്ഷണങ്ങൾ നിങ്ങൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കണം. അപ്പോൾ എല്ലാവർക്കും ഒരു ആരോഗ്യപരമായ ജീവിതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഓൾ.